അസ്സലാമലൈക്കും. എൻ്റെ പേര് നിസാം, ഭീമാപ്പള്ളി നിസാം എന്നറിയപ്പെടുവാൻ ആഗ്രഹിച്ചു, പക്ഷെ സാധിച്ചില്ല. എനിക്ക് ഒരു ചെറിയ ഒരു സംശയം എൻ്റെ മനസ്സിനകത്തുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഈ വേദിയിലുള്ള പലരുടെയും മനസ്സിനകത്തുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ പലരുടെയും മനസ്സിനകത്തൊരു ആശയക്കുഴപ്പമുണ്ടായി. ഞാൻ ഏത് സംഘടനയിൽപ്പെട്ടവനാണോ? എനിക്കതിന് ഒരു പ്രശ്നമില്ല. കാരണം എൻ്റെ മാതാപിതാക്കൾ ഏത് പഠിപ്പിച്ചുവോ അത് തന്നെയാണ് ഞാൻ ഇന്നും നിലനിർത്തിപ്പോകുന്നു. മാതാപിതാ ദൈവം ഗുരു എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ മാതാപിതാക്കൾ മാത്രം പഠിപ്പിച്ചത് മാത്രമേ ഞാൻ ഇന്നും പുലനിർത്തിക്കൊണ്ടുപോകുന്നത്. എനിക്ക് ഉസ്താദിനോട് ചോദിക്കാനുള്ള ഒരു ചെറിയ സംശയം മാത്രം. കുറച്ചു നേരത്തിനു മുമ്പ് ഇവിടെ പ്രസംഗിച്ച ഒരു ഉസ്താദ് പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് പള്ളി പോകുന്നത് അനുവദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞത്, അതിന്റെ പേരിൽ ഞാൻ ചോദിക്കുന്നത്, മതപ്രസംഗം നടത്തുന്ന സ്ഥലത്ത് സദസ്സിലേക്ക് സ്ത്രീകൾ പോകുന്നത് ശരിയാണോ എന്നതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി. സഹോദരങ്ങളെ, ചോദിച്ച ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചു. വിശ്വാസങ്ങളുടെ പ്രസംഗത്തിൽ സ്ഥാപകർ അഖിലസുന്നത്തിന്റെ ആശയായ ആദർശ അനുഷ്ഠാന വിശ്വാസ കർമ്മ വിഷയങ്ങൾ പ്രമാണത്തിലധിഷ്ഠിതമായി സംസാരിക്കുമ്പോൾ അല്ലാഹുവിന്റെ നിർദ്ദേശിച്ചിട്ടില്ലാത്തതും പല ആളുകളും വളരെ ഉത്സാഹത്തോടുകൂടെ നടത്തിവരുന്നതുമായ സ്ത്രീകളെ പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി പറഞ്ഞേക്കണമെന്നും അവരെ അങ്ങോട്ട് വിട്ടുകൊണ്ട് അവരുടെ പള്ളികളിലുള്ള ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ ഒരിക്കലും ഹനിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് സ്ത്രീകളെ നിങ്ങൾ പള്ളിയിലേക്ക് പോകുക എന്നുള്ള ചില നിർദ്ദേശവുമായി ചില കക്ഷികൾ രംഗപ്രവേശനം നടത്തുമ്പോൾ ഹബീബായ നിമിഷങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വീടാണ് ഉത്തമം എന്ന് ഒരുപാട് നിരവധി അനവധി ഹദീസുകളും പ്രതിപാദിച്ചതനുസരിച്ച് വിഷയാവതരണത്തിൽ പറയുകയുണ്ടായി, സ്ത്രീകൾക്ക് ഒരിക്കലും പള്ളിയിൽ പോകാൻ പാടില്ല എന്ന്. അപ്പോൾ ചോദ്യകർത്താവിന്റെ ലളിതമായ ചോദ്യം, ശരി, പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്നാണെങ്കിൽ മതപ്രസംഗ വേദികളിലേക്കൊക്കെ സ്ത്രീകൾ പോവാറുണ്ടല്ലോ, അതിന്റെ ഇസ്ലാമിക മാനമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് വിശദീകരിക്കാൻ ഉള്ളത് എന്നാണ്. നമുക്കറിയാം, ഇസ്ലാമികമായ ഒരു കാര്യം നമുക്ക് പറയണമെങ്കിൽ, അനുഷ്ഠിക്കണമെങ്കിൽ, വിശ്വസിക്കണമെങ്കിൽ ഹബീബായ നിമിഷങ്ങളും നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ അവിടെ നിന്ന് കൈമാറി വന്നതായ ആശയ ആദർശത്തിൽ ഉള്ള വിഷയമായിരിക്കണം. സ്ത്രീകളെ പള്ളിയിലേക്ക് പോവുക എന്നത്, സ്ത്രീകളെ പള്ളിയെ തൊട്ട് നിരുത്സാഹപ്പെടുത്തുക എന്നത് അത് ഉത്തമ നൂറ്റാണ്ടുകാലം മുതലുള്ളതാണെങ്കിലും പള്ളിയിൽ പോവുക എന്നുള്ളത് അതിനുള്ള നിർദ്ദേശം ഖുർആനിലോ സുന്നത്തിലോ കാണുകയുമില്ല. നേരത്തെ പ്രമാണ സഹിതം അത് വിശദീകരിച്ചിട്ടുണ്ടാവാം. നേരെ മറിച്ച് അവർക്ക് ആവശ്യമായ വിജ്ഞാനവും അവർക്ക് ആവശ്യമായ മറ്റ് വിഷയങ്ങളും പഠിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലിംഗഭേദമില്ലാതെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പോകണമെന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. അല്ലാമ തബറാനി റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റു പണ്ഡിതന്മാരായ മുഹദ്ദിസുകളായ ആളുകളും ഉദ്ധരിച്ച ഹദീസുകളിൽ കാണാം,
തലബുൽ ഇൽമി ഫരീള. ഇൽമു പഠിക്കുക എന്നത് ഫർളാണ് അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഓരോ വിശ്വാസിയായ പുരുഷന്റെയും സ്ത്രീകളുടെയും മേലിൽ. സ്ത്രീകളായ ആളുകളുടെ മേലിലും പുരുഷന്മാരുടെ മേലിലുമൊക്കെ വിജ്ഞാനം പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക മൂല്യങ്ങൾ പ്രതിപാദിക്കുന്ന മതപ്രഭാഷണ വേദികളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രമാണത്തിൽ അധിഷ്ഠിതമായ പ്രഭാഷണങ്ങളിൽ സംബന്ധിക്കാൻ വേണ്ടി നമ്മുടെ സ്ത്രീകൾ വരുന്നത്. അത് ഇസ്ലാം നിർദ്ദേശിച്ച കാര്യമാണെന്ന് മാത്രമല്ല, കഠായമായും അനുഷ്ഠിക്കേണ്ട വിഷയവുമാണ്. എങ്കിലും ഇത്തരം പ്രഭാഷണ വേദികളിലും ആശയ പഠനങ്ങളിലുമൊക്കെ വരും നിർബന്ധമാണെങ്കിലും അത്തരം ബാധ്യത നിറവേറ്റുന്ന ആളുകളിൽ കണിശമായിട്ടും അവരുടെ മറകളും അവരുടെ അവറത്തുകളും അവർക്ക് ഇസ്ലാം അനുശാസിക്കുന്ന വസ്ത്രവേഷവിധാനവും ജീവിത ശൈലിയായി അനുഷ്ഠിച്ചുകൊണ്ട് മാത്രമാണ് വരേണ്ടത് എന്നുള്ളത് മറ്റൊരു വസ്തുതയുമാണ്. ഏതായിരുന്നാലും മതപ്രഭാഷണ പരമ്പരകളിലും വൈജ്ഞാനിക സദസ്സുകളിലും വനിതാ സാന്നിധ്യം എന്നത് ഇസ്ലാം നിർദ്ദേശിച്ചതും കൽപ്പിച്ചതുമാണ്. പള്ളിയിലേക്ക് പോകുക എന്നുള്ളത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതും നിർദ്ദേശിക്കാത്തതുമായ വിഷയമാണ്. അതാണ് രണ്ടു വിഷയങ്ങളുടെയും ഇടയിലുള്ള ഡിഫറൻസ് മാറ്റം എന്ന് ചോദ്യകർത്താവിനെ ഓർമ്മപ്പെടുത്തുന്നു.